നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എനിക്കിപ്പോ നല്ല ആത്മവിശ്വാസമുണ്ട് ശരത്തെ. ജോൺ മാത്യു സാറ് എന്നോട് വിശദമായിട്ട് സംസാരിച്ചു. നാളത്തെ സർജറി കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെടും. എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റും, ജോലി ചെയ്യാൻ പറ്റും. ആ വീട് വിറ്റോ ശരത്തെ? പണം റെഡിയായോ? പണം റെഡിയായിട്ടുണ്ടെന്നാ ദേവിക എന്നോട് പറഞ്ഞത്. എത്ര രൂപയ്ക്കാ വീട് വിറ്റത്? സുധി സാറ് നല്ല ആത്മവിശ്വാസത്തിലാണല്ലോ. അത് തകർത്തേ പറ്റൂ. എല്ലാം എന്റെ ദേവികയുടെ പ്രാർത്ഥനയുടെ ഫലമാ. പിന്നെ അച്ഛനും അമ്മയും നിത്യയും എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട്. എന്നെ എഴുന്നേൽപ്പിച്ച് നടത്താന്ന് ജോൺ മാത്യു സാർ ഉറപ്പ് പറഞ്ഞു. ഡോക്ടർമാരല്ലേ സാറേ, അവരങ്ങനെ പലതും പറയും. എഴുന്നേറ്റ് കഴിഞ്ഞാ പറയാം എഴുന്നേറ്റെന്ന്. അങ്ങനെയല്ല ശരത്ത്, ജോൺ മാത്യു സാറ് ആളും മിടുക്കനാ. സാർ ഇത്ര പാവമായി പോയല്ലോ. എല്ലാവരും സാറിനോട് കള്ളം പറയാ. ഇവിടുന്ന് എഴുന്നേക്കാൻ പറ്റാത്തതുകൊണ്ട് സാർ അതൊക്കെ വിശ്വസിച്ചേ പറ്റൂ. അല്ലാതെ വേറെ മാർഗമൊന്നുമില്ലെന്ന് അവർക്കും അറിയാം. ദേവികയുടെ കാര്യം തന്നെ പറയാം. പണം റെഡിയായെന്നല്ലേ ദേവിക പറഞ്ഞത്. എങ്ങനെ റെഡിയാവാനാ സാറേ? അതിനാദ്യം വീട് വിൽക്കണ്ടേ? അപ്പോ വീട് വിറ്റില്ലേ? പിന്നെ പണം ശരിയായെന്ന് ദേവിക പറഞ്ഞല്ലോ. ആ പ്രോപ്പർട്ടി ഉടനെയൊന്നും വിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല സാറേ. ആവശ്യക്കാര് വരുന്നുണ്ട്, പക്ഷേ അവരൊക്കെ വളരെ വില കുറച്ചാ പറയുന്നത്. ഇനി എങ്ങനെയും കുറച്ച് പണം സംഘടിപ്പിച്ചാൽ തന്നെ ഈ ജോൺ മാത്യു ഡോക്ടർ പറയുന്നത് അത്രയ്ക്കൊന്നും അങ്ങോട്ട് വിശ്വസിക്കണ്ട. അയാൾ നടത്തിയ സർജറികളെ കുറിച്ച് ഞാനൊന്ന് അന്വേഷിച്ചു. ആള് വളരെ പ്രശസ്തനാ, കാര്യമൊക്കെ ശരിയാ. പക്ഷേ അയാള് സർജറി നടത്തിയവരിൽ അപൂർവം ചിലരെ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഇപ്പോഴും കിടക്കെ തന്നെ. സാറിന്റെ കാര്യത്തിൽ ചിലപ്പോ അങ്ങനെ സംഭവിക്കില്ലായിരിക്കാം. ഞാൻ അറിഞ്ഞ കാര്യം പറഞ്ഞതേ ഉള്ളൂ. 10 ലക്ഷം രൂപ ഉണ്ടാക്കാൻ നെട്ടോട്ട് ഓടുക ദേവിക. ഒന്നോർത്ത ആ പാവത്തിന്റെ കാര്യം കഷ്ടമാ സാർ. ഈ കാര്യങ്ങളൊക്കെ ഞാനാ സാറിനോട് പറഞ്ഞെന്ന് അവരോട് പറഞ്ഞേക്കല്ലേ. എന്ന് കരുതി സാറ് വിഷമിക്കണ്ട. കുറച്ച് പണം ഞാൻ എങ്ങനെയും സഹായിക്കാൻ നോക്കാം. നാളെ ഈ സർജറി മുടങ്ങുമോ ശരത്തെ? എനിക്കറിയില്ല സാർ. എന്റെ കയ്യിലുള്ള പണം കൊടുത്ത് ഞാൻ സഹായിക്കാൻ തയ്യാറാ. അതുകൊണ്ട് ഫലം ഉണ്ടായാൽ മതിയായിരുന്നു. ഞാൻ ഇറങ്ങട്ടെ സാറേ, പിന്നെ വരാം. സംഗതി സത്യമാണ്. ഓപ്പറേഷൻ നടക്കണമെങ്കിൽ 10 ലക്ഷം രൂപ അടയ്ക്കണമെന്ന് ദേവികയോട് അക്ഷര മേഡം പറഞ്ഞു. സ്വാമി ഇതെങ്ങനെ അറിഞ്ഞു? ഒരു സിസ്റ്റർ പറഞ്ഞതാ. എന്തൊരു കഷ്ട ഡോക്ടറെ. ആ പാവപ്പെട്ട ചെറുപ്പക്കാരനെ വണ്ടി ഇടിച്ച് ഒരു പരുവത്തിലാക്കുകയും ചെയ്തു. എന്നിട്ട് അവരോട് ഇത്രയും പണവും വാങ്ങിക്കുക. ഡോക്ടറെ, ഞാനൊന്ന് പറഞ്ഞു തീരട്ടെ. ഇതിപ്പോ തന്നെ ചോദിക്കാൻ പോവുകയാണ്. ഇതങ്ങനെ ചോദിക്കാതെ വിടാൻ പറ്റില്ല സ്വാമി. വേണ്ട സാറേ, എല്ലാരും മുന്നിലും ഒച്ചയും ബഹളം ഉണ്ടാക്കി നാണം കെടുകയെന്നല്ലാതെ വേറെ ഒരു പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല സ്വാമി, ഇതങ്ങനെ സമ്മതിക്കാൻ പറ്റില്ല. ഇതിപ്പോ ഇവിടെ വന്ന് പറഞ്ഞതിനേക്കാളും വലിയ പുലിവാലായല്ലോ. നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ? ഡോക്ടർ ജോൺ മാത്യു സുധിക്ക് സർജറി ചെയ്യുന്നത് ഫ്രീ ഓഫ് കോസ്റ്റിലാണ്.
പണം ചോദിക്കാൻ നീ ആരാ? മൈൻഡ് യുവർ വേർഡ്സ്. ആ ചെറുപ്പക്കാരന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം നീയാ. എത്ര നിഷേധിച്ചാലും സത്യം സത്യമല്ലാതാവില്ല. എന്നിട്ട് അവരോട് ട്രീറ്റ്മെന്റിന് പിന്നെയും പണം ചോദിക്കാൻ നിനക്കൊരു മനസാക്ഷി കുത്തൂല്ലേ? ഷട്ട് അപ്പ്. ഇനി മേലില്ലാതെ എന്നോട് പറഞ്ഞു പോരുത്. അങ്ങനെ ഒരു കേസ് വന്നാ ആ സമയത്ത് വണ്ടി ഓടിച്ചിരുന്നത് ആരാണെന്ന് മാത്രമേ പോലീസ് അന്വേഷിക്കൂ. ആക്സിഡന്റിന്റെ CCTV വിഷ്വല് പരിശോധിക്കുമ്പോ പോലീസിന് മനസ്സിലാകും നിങ്ങളാണ് ആ കാറ് ഡ്രൈവ് ചെയ്തിരുന്നതെന്ന്. നിങ്ങൾ ഉണ്ടാക്കിയ ആക്സിഡന്റിന് ഞാൻ എന്തിനാ സമാധാനം പറയുന്നത്? അതുകൊണ്ട് എനിക്കതിൽ ഒരു മനസാക്ഷി കുത്തുമില്ല. എങ്ങനെ കാണും? അതിന് മനുഷ്യത്വം വേണം. ചുറ്റുമുള്ള ആരെങ്കിലും സ്നേഹിക്കണം. ആരോടെങ്കിലും അനുകമ്പയും കരുണയും ഉണ്ടാവണം. ചുരുക്കി പറഞ്ഞാൽ നിനക്ക് നിന്നോടെങ്കിലും സ്നേഹം വേണം. എന്നാലേ മറ്റുള്ളവരുടെ വേദനയും വിഷമവും മനസ്സിലാക്കാൻ സാധിക്കൂ. 10 ലക്ഷം രൂപ ആ പാവങ്ങൾ എങ്ങനെ ഉണ്ടാക്കും? അതൊന്നും എന്റെ പ്രശ്നമല്ല. നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ കൊടുത്ത് സഹായിക്ക്. വലിയ അനുകമ്പയും കരുണയൊക്കെ ഉള്ളിലുള്ള ആളല്ലേ. എങ്ങനെയായാലും പണം അടച്ചില്ലെങ്കിൽ സർജറി മുടങ്ങും. ഇനി അഥവാ എന്നെ മറികടന്ന് നിങ്ങൾ ആ ഡോക്ടറെ കൊണ്ടത് ചെയ്യിക്കാൻ ശ്രമിച്ച തകർത്ത് തരിപ്പണമൊക്കെ ഞാനല്ല. നീ ദേവികയെ കുറിച്ച് എന്താ മനസ്സിലാക്കിയത്? നിങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ, അത് മതി. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ അവൾക്ക് വേണ്ടി കിടന്ന് വാശി പിടിക്കുന്നത്. നിന്റെ പരിഹാസം എനിക്ക് മനസ്സിലായി. പക്ഷേ നിനക്ക് ആള് മാറിപ്പോയി. ഇവിടെ അവരടച്ച ബിൽ എമൗണ്ടിന് പകരം ഒരു എമൗണ്ട് ഞാൻ അവർക്ക് കൊടുത്തതാ. പക്ഷെ ആ കുട്ടി അത് വാങ്ങിയില്ല, വേണ്ടെന്ന് പറഞ്ഞു. നിന്നേക്കാൾ അന്തസ്സും അഭിമാനവും ഉണ്ട് അവർക്ക്. അല്ല, എന്നാ പിന്നെ അവളോടൊപ്പം പോയി ജീവിച്ചൂടെ? എത്ര സർജറി നടത്തിയാലും അവൻ ഇനി ലൈഫ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ പിന്നെ സൗകര്യമായല്ലോ. അല്ലെങ്കിലും അവളെ പോലുള്ള ലോക്കൽ സെറ്റപ്പ് തന്നെയാ നിങ്ങൾക്ക് നല്ലത്. എന്താ അടിക്കാത്തത്? അതിനുള്ള ധൈര്യമില്ലേ? നിന്നെ വെറുതെ തല്ലിയിട്ടെന്താ കാര്യം? മനുഷ്യജന്മം പോലും അല്ലല്ലോ നീ. പുറത്തു കാണുന്ന ഈ രൂപം മാത്രമേ ഉള്ളൂ നിനക്ക്. ഉള്ളിൽ നന്മയുടെ ഒരു കണിക പോലും നിനക്കില്ല. നിന്റെ ഡാഡിയോടും എന്നോടുമുള്ള പകയും ദേഷ്യവും മനസ്സിൽ വളർന്ന് വളർന്ന് വിഷപ്പുക മാത്രം പുറത്തേക്ക് വമിക്കുന്ന ഒരു ഫാക്ടറി ആയിപ്പോയി നിന്റെ മനസ്സ്. അതെ, ഞാൻ മനുഷ്യ സ്ത്രീ അല്ല, ഞാൻ രാക്ഷസിയ. ആ സ്വഭാവം മാത്രമേ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാവൂ. എന്നെ ഇങ്ങനെ ആക്കിയത് നിങ്ങളും എന്റെ ഡാഡിയും തന്നെയാ. ജീവിതത്തിലെ സന്തോഷങ്ങളെല്ലാം തല്ലിക്കെടുത്തി എന്നെ ഇല്ലാതാക്കിയ 2 പേര്. നിങ്ങൾക്ക് 2 പേർക്ക് ഞാൻ ഈ ജന്മത്തെ സമാധാനം തരില്ല. നിന്റെ വൈരാഗ്യം ഞങ്ങളോട് കാണിച്ച പോരെ. ഹോസ്പിറ്റലിൽ വരുന്ന പാവങ്ങളെ എന്തിനാ ദ്രോഹിക്കുന്നത്? നിങ്ങളെ നാണം കെടുത്താൻ ഞാൻ എന്തും ചെയ്യും. 10 ലക്ഷം രൂപ അടയ്ക്കാതെ ഡോക്ടർ ജോൺ മാത്യു ആ സർജറി ഈ ഹോസ്പിറ്റലിൽ നടത്തില്ല. ഇതെന്റെ തീരുമാനം. ഒരു കാര്യം കൂടി, മേലിൽ ഇതുപോലുള്ള ഷോ ഓഫ് എന്നോട് കാണിക്കാൻ വരരുത്.